പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ ചില വാക്കുകൾ നമുക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ നിർബന്ധം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം എന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. ഫസ്റ്റ് ഇസ് മസ്റ്റ്. മസ്റ്റ് എന്ന് വെച്ചാൽ നിർബന്ധം, പേഴ്സണൽ ഓബ്ലിഗേഷൻ. ഞാനിത് ചെയ്തിരിക്കണം, എന്നെ സംബന്ധിച്ച് അത് വലിയൊരു പേഴ്സണൽ ഓബ്ലിഗേഷനാണ്, ഞാൻ നിർബന്ധമായി ചെയ്തിരിക്കണം. എക്സ്പ്രസ് വാട്ട് ദ സ്പീക്കർ തിങ്സ് ഇസ് നെസസറി. ഞാനാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അത് നിർബന്ധമായി ഞാൻ ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നതാണ് മസ്റ്റ്. എക്സ്പ്രസ് സബ്ജക്റ്റീവ് ഓബ്ലിഗേഷൻ. ഇന്ന ആളത് ചെയ്തിരിക്കണം, നിർബന്ധമായി ചെയ്തിരിക്കുന്ന കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മസ്റ്റ്. അപ്പം എങ്ങനെയാണ് ഉപയോഗിക്കുക? യു മസ്റ്റ് വർക്ക് ഹാർഡ്. നീ നിർബന്ധമായി നല്ല രീതിയിൽ അധ്വാനിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു അച്ചീവ് സക്സസ്. നെക്സ്റ്റ് ഇസ് ഓൾ പാസഞ്ചേഴ്സ് മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്സ്. എല്ലാ പാസഞ്ചേഴ്സും നിർബന്ധമായി സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. പേഴ്സണൽ ഓബ്ലിഗേഷൻ, സബ്ജക്റ്റീവ് ഓബ്ലിഗേഷൻ. ഇതിൽ പറയുന്നത് സബ്ജക്റ്റീവ് ഓബ്ലിഗേഷൻ. ആദ്യത്തതിൽ പറഞ്ഞിരുന്നത് പേഴ്സണൽ ഓബ്ലിഗേഷൻ. യു മസ്റ്റ്, ഇന്ന ആൾ നിർബന്ധമായി വർക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മസ്റ്റ്. ഇനി നെക്സ്റ്റ് വേർഡാണ് നമ്മൾ കാണുന്നത്. എന്താണ്? ഹാവ് ടു. ഹാവ് ടു എന്ന് വെച്ചാൽ ഞാൻ, ഇവിടെ നമുക്ക് നോക്കാം, എക്സ്പ്രസ് ഇംപേഴ്സണൽ ഓബ്ലിഗേഷൻ. ഞാൻ ചെയ്യണം. ഇംപേഴ്സണലാണ്. അതെങ്ങനെയാണ് ഇംപേഴ്സണൽ ആവുന്നതെന്ന് ഞാൻ വ്യക്തമാക്കാം. ദ സബ്ജക്റ്റ് ഇസ് ഒബ്ലൈജ്ഡ് ഓർ ഫോഴ്സ്ഡ് ടു ആക്ട് ബൈ എ സെപ്പറേറ്റ് എക്സ്റ്റേണൽ പവർ. ഞാൻ എനിക്ക് നിർബന്ധമില്ല, ബട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട്. ഈതർ നമ്മുടെ കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാവാം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ആ രാജ്യമാവാം. ഇതൊക്കെ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ എക്സ്പ്രസ്, അപ്പോൾ സ്കൂൾ റൂളാവാം, നിയമങ്ങളാവാം. ഓക്കെ, എക്സ്പ്രസ് ഒബ്ജക്റ്റീവ് ഓബ്ലിഗേഷൻ. ഒബ്ജക്റ്റീവ് ഓബ്ലിഗേഷൻ അതും കൂടി നമ്മൾ ഇതിൽ എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാക്കാം. ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും നിർബന്ധമല്ല, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. ഇന്ന് നേരത്തെ ഇറങ്ങണം, എനിക്ക് നേരത്തെ പോകണം. ഐ ഹാവ് ടു. നൗ യു വിൽ ഹാവ് ടു പേ ഫോർ ദ എക്സസ്. എക്സ്ട്രാ എന്തൊക്കെ വന്നിട്ടുണ്ടോ, നിങ്ങൾ അധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, യു വിൽ ഹാവ് ടു പേ. നിങ്ങൾക്ക് അധികം കാശ് അടയ്ക്കേണ്ടി വരും. യു വിൽ ഹാവ് ടു പേ ഫോർ ദ എക്സസ്. നിങ്ങൾ അധികം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തിട്ടുണ്ട്, യു വിൽ ഹാവ് ടു പേ. അപ്പോൾ നോക്കൂ, ഇവിടെ എക്സ്പ്രസസ് ഒബ്ജക്റ്റീവ് ഓബ്ലിഗേഷൻ. വൈ? ബിക്കോസ് ഒരു ഒബ്ജക്റ്റിനെ അധിഷ്ഠിതമാണ്. നിങ്ങൾ ഭക്ഷണം അധികം കഴിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് നിങ്ങളത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ, അത് കാരണം ഇത് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ലോ മാത്രമല്ല, ഒരു സ്ഥലത്തിനെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ സാധനത്തിനെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ വേറൊരാളെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും യു ഹാവ് ഒബ്ജക്റ്റീവ് ഓബ്ലിഗേഷൻസ് വരുന്നത്. എനിക്ക് ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ചിൽഡ്രൻ. എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം. ഐ ഹാവ് ടു. അപ്പോൾ നോക്കൂ, ഇവിടെ ഐ ഹാവ് ടു, ഇംപേഴ്സണൽ ഓബ്ലിഗേഷൻ. നോട്ട് പേഴ്സണൽ, എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, ഇംപേഴ്സണൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്റ് നോട്ട് ആൻഡ് ഡോണ്ട് ഹാവ് ടു. മസ്റ്റ് നോട്ട് എന്ന് വെച്ചാൽ നമ്മൾ മസ്റ്റിൻ്റെ ശരിക്കും ഓപ്പോസിറ്റ്. എങ്ങനെയാണ്? ഇറ്റ് ഇസ് പ്രൊഹിബിറ്റഡ്, ഇറ്റ് ഇസ് നോട്ട് അലൗഡ്. ഇത് ചെയ്യാൻ പാടില്ല. മസ്റ്റ് നോട്ട്, അത് കടന്ന്, ആ വേലി കടന്ന് പോകാൻ പാടില്ല. ഇത് LOC ആണ്, ലൈൻ ഓഫ് കൺട്രോൾ ആണ്, ഇത് ബോർഡറാണ്. ഇത് കടന്ന് നിങ്ങൾ വിസ ഇല്ലാതെ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മസ്റ്റ് നോട്ട്, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് യു ഡു നോട്ട് ഡു സംതിങ്. ദ പ്രൊഹിബിഷൻ ക്യാൻ ബി സബ്ജക്റ്റീവ് ഓർ ഒബ്ജക്റ്റീവ്. ഇത് നിങ്ങൾക്ക് ബാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ പല കാര്യങ്ങളെയും ബാധിക്കുന്നതായിരിക്കാം. സബ്ജക്റ്റീവിനാണെങ്കിലും അത് ഒബ്ജക്റ്റീവ് ആണെങ്കിലും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, ചിൽഡ്രൻ മസ്റ്റ് നോട്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. അവർ അറിയാത്ത ആൾക്കാരുമായി സംസാരിക്കാൻ പാടില്ല. നമുക്കറിയില്ല, അവരുടെ ഉദ്ദേശങ്ങൾ അറിയില്ല. അപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മക്കൾക്ക് പറ്റുമോ? ഇല്ല. സോ ചിൽഡ്രൻ മസ്റ്റ് നോട്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. നൗ കാർസ് മസ്റ്റ് നോട്ട് പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ എൻട്രൻസ്. Cars, object. Cars must not park in the entrance.
എൻട്രൻസിൻ്റെ അവിടെ പാർക്ക് ചെയ്താൽ ശരിയാവില്ല. എന്താ കാരണം? മറ്റ് കാറുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾക്കോ ആൾക്കാർക്കോ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റില്ല. കാർസ് മസ്റ്റ് നോട്ട് പാർക്ക് ഇൻ ദ എൻട്രൻസ്. ഇനി ഡോണ്ട് ഹാവ് ടു, ഇത് കൃത്യമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് ഡോണ്ട് ഹാവ് ടു. ഡോണ്ട് ഹാവ് ടു, ദർ ഇസ് നോ ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ നിർബന്ധമല്ല. യു ആർ നോട്ട് റിക്വയർഡ് ടു ഡു സംതിങ് എസ്പെഷ്യലി ഇഫ് യു ഡോണ്ട് വാണ്ട് ടു. ഞാൻ അത് ചെയ്യാൻ ബാധ്യസ്ഥരാവില്ല. എന്താ കാരണം? നമ്മൾ ഇത് ചെയ്യേണ്ട നിർബന്ധം പറയാൻ പറ്റില്ല. ഡോണ്ട് ഹാവ് ടു എന്ന് വെച്ചാൽ നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ബട്ട് ഐ ഷുഡ് ബി വില്ലിങ്. ആരാണ് വില്ലിങ്? ഞാൻ ചെയ്യാനോ അല്ലെങ്കിൽ അവൻ ചെയ്യാനോ താല്പര്യപ്പെടാതെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു മേക്ക് എക്സ്ക്യൂസസ് ഫോർ ഹെർ. മറ്റുള്ളവർക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി നീ എക്സ്ക്യൂസുകൾ പറയരുത്. അവൾ ചിലപ്പം വേറെ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. യു ഡോണ്ട് ഹാവ് ടു മേക്ക് എക്സ്ക്യൂസസ് ഫോർ ഹെർ. ഓക്കെ, നൗ നെക്സ്റ്റ്, യു ഡോണ്ട് ഹാവ് ടു വിസ്പർ. നോ വൺ ക്യാൻ ഹിയർ അസ്. യു ഡോണ്ട് ഹാവ് ടു വിസ്പർ. ഉറക്കെ സംസാരിക്കൂ. എന്തിന്? നീ പതുക്കെ സംസാരിക്കാൻ പാടില്ല. എന്താ കാരണം? മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു വിസ്പർ. നോ വൺ ക്യാൻ ഹിയർ അസ്. യു ഡോണ്ട് ഹാവ് ടു വിസ്പർ. യു ഡോണ്ട് ഹാവ് ടു ഹിയർ അസ്. യു ഡോണ്ട് ഹാവ്, നോ വൺ ക്യാൻ ഹിയർ അസ്. ഇനി ഇത് രണ്ട് കണ്ടീഷനിലാവാം. ഒന്ന്, ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നീ പതുക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ആരുമില്ല, നിങ്ങൾക്ക് ഫ്രീലി സംസാരിക്കാം. അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഹിയർ അസ്, നോ വൺ ക്യാൻ ഹിയർ അസ് എന്ന്. നോ വൺ ക്യാൻ ഹിയർ അസ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല, അപ്പോൾ ഉറക്കെ പറയൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ രണ്ട് രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് മസ്റ്റ് നോട്ട്, ഹാവ് ടു ആൻഡ് ഡോണ്ട് ഹാവ് ടു. ഇനി മറക്കരുത്, ഇത് സക്സസ് ഫോർമുലയാണ്. ഇംഗ്ലീഷ് സ്മൂത്ത് ആക്കാനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.